Last week we just started a new study of a chapter of faith. നാം വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അധ്യായം കഴിഞ്ഞ ആഴ്ച നാം പഠിക്കാനായിട്ട് തുടങ്ങി. But in fact, before even we started seeing the power of God moving among us. നാം അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നത് നാം കാണാനിടയായി തീർന്നു. The biggest and the most beautiful chapter which is condensed in the Bible of faith is chapter number 11 of the book of Hebrews. വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞിരിക്കുന്ന അധ്യായം എബ്രായ ലേഖനം 11-ാം അധ്യായമാണ്. So we were studying the book of Revelation on Fridays and the book of Hebrews on our Sundays. വെള്ളിയാഴ്ചകളിൽ നാം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കുവാനും ഞായറാഴ്ചകളിൽ എബ്രായ ലേഖനത്തെക്കുറിച്ച് പഠിക്കുവാനും ഇടയായിത്തീരുന്നു. So in the book of Revelation we were studying word to word, verse to verse. വെളിപ്പാട് പുസ്തകം നാം ഓരോ വചനമായി വാക്യമായി പഠിക്കാനായിട്ട് തീർന്നു. But in the book of Hebrews we were taking the big concepts of the book of Hebrews. എന്നാൽ എബ്രായ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം ഓരോ ആശയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. The writer of the book of Hebrews wanted one important thing to showcase how great is Jesus Christ. എബ്രായ ലേഖനത്തിലെ ലേഖകൻ യേശു എത്ര വലിയവനാണെന്ന് വരച്ചു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. He was greater than Moses, he was greater than the prophets. മോശയെക്കാളും അപ്പോസ്തലന്മാരെക്കാളും വലിയവനായിരുന്നു യേശു. He is greater than the angels, he is greater than the temple. അവൻ ദൂതന്മാരെക്കാളും ദൈവാലയത്തെക്കാളും വലിയവനാണ്. He is greater than anything that you and I see in the world. നമുക്ക് ഇന്ന് ലോകത്തിൽ കാണാൻ കഴിയുന്ന എന്തിനേക്കാളും വലിയവനാണ് യേശുക്രിസ്തു. And when he comes into chapter number 11, എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ he shows how much importance is faith in our life. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന എത്രമാത്രം വലിയ കാര്യമാണെന്ന് ലേഖകൻ വരച്ചു കാണിക്കുന്നു. This Sunday morning we will be just studying on what blessings we will receive when we have faith. ഇന്ന് ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് വിശ്വാസം മുഖേന എന്ത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ്. So I may not read the whole chapter but just bring up couple of verses from this beautiful chapter. ആ മുഴുവൻ അധ്യായവും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ചില വാക്യങ്ങൾ മാത്രം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Number 1, by faith Abel worshiped the Lord, Bible says. ഒന്നാമതായി പറയുന്നു വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. Chapter number 11 verse number 4. 11-ാം അധ്യായം 4-ാം വാക്യം. By faith Abel brought the sacrifice in the presence of God. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് മുമ്പിൽ യാഗമായി കൊണ്ടുവന്നു. So in worship faith is required. അതുകൊണ്ട് ആരാധിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. He brought the best sacrifice by faith. ഏറ്റവും നല്ല യാഗം അവൻ വിശ്വാസത്താൽ കൊണ്ടുവന്നു. When we want to worship the Lord, we need to worship the Lord with faith. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ വിശ്വാസത്താൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. Without faith we cannot worship the Lord. വിശ്വാസം കൂടാതെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധ്യമല്ല. Because you are believing something that you can't see right now in your eyes. കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ചിലതിനെയാണ് നാം വിശ്വസിക്കുന്നത്. That is verse number 2 of 11 saying. അതാണ് 2-ാം വാക്യം പറയുന്നത്. A God who could call out everything when there was nothing. ഒന്നുമില്ലായ്മയിൽ നിന്ന് വചനത്താൽ സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം. And he is the same who created everything. സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് അവൻ. This is what the ancients were commending for. By faith we understand that universe was formed at God's command, so that what is seen was not made up of what is visible. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. So the Hebrew writer is telling us many times we believe only what we see. എബ്രായ ലേഖകൻ പറയുന്നത് പലപ്പോഴും നാം കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്നത്. You know, people don't believe God because they say they can't see God. പലരും ദൈവത്തെ വിശ്വസിക്കാത്തത് അവർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കാത്തതുകൊണ്ടാണ്. Very many atheists have told we can't believe because we can't touch God, we can't taste God, we can't see God. പല നിരീശ്വരവാദികളും പറയുന്നത് അവർ ദൈവത്തെ വിശ്വസിക്കാത്ത അവർക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതുകൊണ്ടാണ്, രുചിച്ചു നോക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ്. How blessed you and I are because we have something that they don't have, and that is called faith. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവർക്കില്ലാത്ത ചിലത്, അതായത് വിശ്വാസം നമുക്ക് ഉണ്ട്. Because we believe without anything God created everything. നാം വിശ്വസിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. In the creation we were not there.
സൃഷ്ടിയിൽ നാം ഇല്ലായിരുന്നു. My forefathers were not there. എന്റെ പിതാക്കന്മാരില്ലായിരുന്നു. Ancients and ancients, hundreds and thousands and millions of generations would have gone. ലക്ഷക്കണക്കിന് തലമുറകൾ കടന്നുപോയി. But still I believe today it was God who created everything. എന്നിരുന്നാലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. I ask my children, which is first, the hen or the egg is first? ഞാൻ എന്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ആദ്യം വന്നത് ഏതാണ്, കോഴിയാണോ മുട്ടയാണോ? And my children straight up let me know that it is not egg but it is the hen that has first. എന്നാൽ കുഞ്ഞുങ്ങൾ എന്നോട് പറയും അത് മുട്ടയല്ല കോഴിയാണ് ആദ്യം വന്നതെന്ന്. Immediately one of my son asks, how come there is a hen without an egg? Because the egg hatches in order to become a hen. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് മുട്ടയില്ലാതെ അതിൽ നിന്നും കോഴിക്കുഞ്ഞ് വിരിയുന്നതെന്ന്. And the other little child says, you know what, Brianna, when God created, he did not create an egg but he created a chicken. അപ്പോൾ ബ്രിയാന പറയാനിടയായി തീർന്നു, ദൈവം സകലത്തെ സൃഷ്ടിച്ചപ്പോൾ മുട്ടയല്ല ആദ്യം സൃഷ്ടിച്ചത്, ഒരു കോഴിക്കുഞ്ഞിനെയാണ് സൃഷ്ടിച്ചതെന്ന്. Brianna was not there in the Garden of Eden or whatever we talk about the creation story. ബ്രിയാന ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഈ സൃഷ്ടി നടന്നിരുന്ന സമയത്ത്. But a young girl like my daughter believes that was through God that everything was created. എന്നാൽ ആ കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കുന്നു ദൈവം സകലത്തെയും സൃഷ്ടിച്ചുവെന്ന്. How did she believe that? Because she heard from her dad the word of God. എങ്ങനെയാണ് അവൾ വിശ്വസിച്ചത്? കാരണം അവളുടെ പിതാവിൽ നിന്നും ദൈവവചനം അവൾ കേൾക്കുവാൻ And ഇടയായി. that is the reason I say the faith comes by hearing and the hearing of the word of God. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വാസം ദൈവവചനത്തിന്റെ കേൾവിയാൽ വരുന്നു എന്ന്. Some things you and I can sit here and say scientifically I can prove, but I'll tell you boy, many things we can't prove scientifically. എന്നാൽ ഞാൻ പറയട്ടെ, പല കാര്യങ്ങളും ശാസ്ത്രപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും, എന്നാൽ വിശ്വാസം നമുക്ക് അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല. One thing is for sure, faith is greater than anything. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പ് പറയാം, വിശ്വാസം സകലത്തെക്കാളും വലുതാണ്. If you don't have faith, you and I cannot be a child of Jesus. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവപൈതലായി തുടരുവാൻ കഴിയില്ല. And it is just because of faith you and I know that you are born again and you are a child of Jesus. വിശ്വാസം കൊണ്ട് മാത്രമാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നതും യേശുവിന്റെ പൈതലായി തീരുന്നത്. When there is nothing that you can see, there is something that you can exercise and that is called faith. നമുക്കൊന്നും കാണുവാൻ സാധിക്കില്ല, എന്നാൽ നമുക്ക് പ്രവർത്തിക്കാൻ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, അതാണ് വിശ്വാസം. And a simple name for each one of us is called believers. അതുകൊണ്ടാണ് നമ്മളെ ലഘുവായി പറയുന്നത് വിശ്വാസികളെന്ന്. Who are you? I am a believer. ആരാണ് നാം? വിശ്വാസികളാണ്. Who are you? I am a believer. ആരാണ് ഞാൻ? ഞാനൊരു വിശ്വാസിയാണ്. What are you? Because I believe God. I believe everything around me is created by God. I may not have explanations for it. I may not have rational thoughts for it, but I know God is above everything. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ വിശ്വസിക്കുന്ന സകലത്തെയും ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് എനിക്ക് വിശദീകരണമില്ലായിരിക്കും, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. Boy, I'll tell you, there are no rational thoughts behind certain things that you and I do every day. ഞാൻ പറയട്ടെ, നാം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും യുക്തിപരമായിട്ട് നമുക്കൊരു ഒരു വിശദീകരണം തരുവാൻ സാധിക്കില്ല പലപ്പോഴും. Some of us prepare our timetables for tomorrow, polish our shoes for tomorrow, cook the food and keep in the fridge for tomorrow. Little do we know that death can take us in the midnight. നമ്മൾ പലരും നാളെ കുറിച്ച് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട്, എന്നാൽ നാം പലപ്പോഴും ചിന്തിക്കുന്നില്ല നാളെ നാം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന്. When I was driving, I was telling my wife, have you heard about Kapil Dev, one of the strongest all-round cricketer? ഞാൻ വാഹനം ഓടിച്ചിരുന്നപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് ചോദിക്കാനിടയായി തീർന്നു, കപിൽ ദേവിനെ അറിയാമോ എന്ന്. Day before yesterday, he had a massive heart attack. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് വലിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. And is still in the hospital after finishing the angioplasty. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. Some of the most muscular people whom I have read about have gone through that hard time of heart attack and just vanished away from the planet. പല ശക്തന്മാരായ വ്യക്തികളും പല ഹൃദയസ്തംഭനം മൂലമൊക്കെ പല അസുഖങ്ങൾ മൂലം പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. People say because you are not doing a lot of exercise you can die of heart attack. ആളുകൾ പറയാറുണ്ട്, നീ ഒരുപാട് വ്യായാമം ചെയ്യാത്തതുകൊണ്ട് നീ എപ്പോൾ വേണമെങ്കിലും ഹൃദയസ്തംഭനം മൂലം മരിക്കാനിടയായി തീരും. I show them these fellows are fully on the gym, their muscles are so big, they do always all the things, the right things, but still they die of heart attack. അപ്പോൾ ഞാൻ ഇതുപോലെ വളരെ ആരോഗ്യമുള്ള ആളുകൾ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന അവരെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. But that doesn't stop me taking care of my health. അതുകൊണ്ട് ഞാൻ വ്യായാമം ചെയ്യുന്നില്ലെന്നല്ല. But I'll tell you, exercises will never keep you alive forever. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, വ്യായാമം എന്നത് നിങ്ങളെ സദാകാലത്തേക്ക് ജീവിക്കുവാൻ ഉള്ള ഒരു കാര്യമായി തീരുന്നില്ല. Eating healthy will not keep you
alive forever either. നല്ല ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രം നാം എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. Some people tell eating rice is very bad. ചിലർ പറയും അരി കഴിക്കുന്നത് ചോറ് കഴിക്കുന്നത് നല്ലതല്ല എന്ന്. Some people say eating wheat is very bad. ചിലർ പറയും ഗോതമ്പ് കഴിക്കുന്നത് നല്ലതല്ല എന്ന്. When I went to the doctor, he said you don't eat dal. ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ദാൽ കഴിക്കരുതെന്ന് പറഞ്ഞു. You must not eat cabbage. ക്യാബേജ് കഴിക്കരുതെന്ന് പറഞ്ഞു. You must not eat beef. ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞു. You must not eat chicken. ചിക്കൻ കഴിക്കരുതെന്ന് പറഞ്ഞു. Then I asked him, what should I eat? ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് എനിക്ക് കഴിക്കാൻ സാധിക്കുന്നത്? Because there are certain things in the medical sciences I can't eat. കാരണം മെഡിക്കൽ സയൻസ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് കഴിക്കാൻ കഴിയില്ല. If you look at those words and you just don't eat anything, after 2 weeks you will ask me, Pastor, what happened to you? ഇതൊക്കെ കേട്ട് ഞാൻ പലതും കഴിക്കാതിരുന്നാൽ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പാസ്റ്റർ എന്ത് പറ്റി? Now you don't know what I have, but after 2 weeks if I don't eat anything you will ask me, what do you have? ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് എന്താ അസുഖമുണ്ടെന്ന്. എന്നാൽ 2 ആഴ്ച ഞാൻ ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കും എന്താണ് അസുഖമെന്ന്. You know, whatever dieting you do, you cannot live forever. നാം എന്തൊക്കെ ഡയറ്റിംഗ് ചെയ്താലും നമുക്ക് എന്നേക്കും ജീവിച്ചിരിക്കാൻ കഴിയില്ല. You have millions and millions of dollars, you can't live forever either. എത്രമാത്രം പണമുണ്ടെങ്കിലും നമുക്ക് സദാകാലത്തേക്ക് ജീവിക്കാൻ കഴിയില്ല. But one thing is for sure, if you have God, even if you die, you will live forever. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ദൈവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, നിങ്ങൾ സദാകാലത്തേക്ക് ജീവിക്കും. You may ask me, Pastor, how do you know? And I know it by the word of God. നിങ്ങൾ എന്നോട് ചോദിക്കാം എങ്ങനെ പാസ്റ്ററിന് അറിയാം? ഞാൻ പറയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിയാം. And I just believe like a child that the word of God is absolutely true. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം വളരെ സത്യമാണ്. I don't question it. I don't put question marks in front of it. ഞാൻ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല. I can use my logic behind it, but I'll tell you certain medications what the doctors inject to you are still called trial medications. എനിക്ക് വേണേ യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ ഞാൻ പറയട്ടെ ചില മരുന്നുകൾ ശാസ്ത്രജ്ഞൻ പരീക്ഷിക്കുന്നത് പലപ്പോഴും ട്രയലാണ്. അത് Some of the vaccinations people get injected are not the real answer for everything. പല വാക്സിനേഷൻസും ഇൻജെക്ട് ചെയ്യുന്ന പല വാക്സിനേഷനും അത് പല രീതിയിലും But we still take it because we are afraid of dying. പക്ഷെ എന്നാലും നാം അങ്ങനത്തെ വാക്സിനേഷൻ സ്വീകരിക്കാറുണ്ട് കാരണം നമുക്ക് മരണത്തെ ഭയപ്പെടുന്നു. Today I want to let you know, more than everything, faith is so important. ഞാൻ നിങ്ങളോട് പറയട്ടെ എന്തിനേക്കാളും വലിയതാണ് വിശ്വാസം. Where 2 or 3 come in the name of Jesus, Jesus is present. 2 or 3 പേർ ദൈവത്തിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും യേശു അവിടെ സന്നിഹിതനാണ്. How do you know? How do I know Jesus is present? Simple, it is faith. എങ്ങനെ അറിയാം യേശു അവിടെ സന്നിഹിതനാണെന്ന്? വിശ്വാസം മൂലം അറിയുന്നു. I can't show you right now, I can't make you touch right now, but I can ask your faith to go another level higher. എനിക്ക് നിങ്ങളെ തൊട്ട് കാണിച്ചു തരാൻ കഴിയുകയില്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ അടുത്ത പടിയിലേക്ക് കടക്കണമെന്ന്. Without faith we cannot survive. ഈ വിശ്വാസം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. And that is how the next character in the Bible, what we talk about, Enoch walked with God. അതാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ബൈബിൾ വചനത്തിൽ പറയുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. Enoch walking with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. How did he walk? He walked with faith. എങ്ങനെയാണ് അവൻ നടന്നത്? അവൻ വിശ്വാസത്താൽ നടന്നു. Can you walk with God? നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ Can സാധിക്കുമോ? you and I walk with God? നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കുമോ? If Enoch walked with God, I can walk with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ എനിക്കും ദൈവത്തോട് കൂടെ That നടക്കാൻ doesn't സാധിക്കും. mean he resigned from his job. അതിനർത്ഥമില്ല അവൻ തന്റെ ജോലിയിൽ നിന്ന് രാജിവെച്ചു എന്ന്. He went away from his family. അവൻ തന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയെന്ന് അർത്ഥമില്ല. He did not do agriculture. അവൻ കൃഷി ചെയ്തില്ല എന്നർത്ഥമില്ല. No, it is not. Bible says like this, even when he was walking with God, he had children. വചനം പറയുന്നു അവൻ ദൈവത്തോട് കൂടെ നടക്കുമ്പോഴും അവന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. He was a family man. അവനൊരു കുടുംബസ്ഥനായിരുന്നു. Even when you are in your family, you can still walk with God. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ You സാധിക്കും. don't need to sit on a mountain top to walk with God. നിങ്ങൾ ഒരു മലമുകളിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല ദൈവത്തോട് സംസാരിക്കുവാൻ. Somebody said, Pastor, we live in a very sinful world. I can't walk with God. ചിലർ എന്നോട് പറയും നാം ഒരു പാപ ലോകത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കില്ല. Bible says even when the world was bad, Enoch walked with God and God called him a righteous man. വചനം പറയുന്നു പാപമുള്ള ലോകത്തിലും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ നീതിമാനെന്ന് കണ്ടു. And what was the blessing of walking with God? എന്താണ് ദൈവത്തോട് കൂടെ നടക്കുന്നതിനുള്ള അനുഗ്രഹം? Number 1, he did not see death. He was taken away. ഒന്നാമത് അവൻ മരണം ആസ്വദിച്ചില്ല, അവൻ എടുക്കപ്പെട്ടു. Malayalam is very good. He did not celebrate death, but God took him away. മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മരണം ആസ്വദിച്ചില്ല, പക്ഷേ അവനെ ദൈവം എടുത്തു. Simple it is. He did not experience death. God took him away. ലഘുവായി പറഞ്ഞാൽ അവൻ മരണത്തെ അനുഭവിച്ചില്ല, ദൈവം അവൻ എടുത്തുകൊണ്ടുപോയി. Because there was a principle. Anybody who is born will die.
There was a principle. Anybody who is born will die. ഒരു തത്വമുണ്ട്, ജനിച്ച ആരും, ഈ ഭൂമിയിൽ ജനിച്ച ആരും മരിച്ചു പോകും. That is a principle. അതൊരു തത്വമാണ്. Do you know anybody who is alive who was born? ജനിച്ച ആരെങ്കിലും മരിക്കാതിരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? I have never known anybody who is still alive so many years. ഞാൻ അങ്ങനെ ആരെയും കുറിച്ച് കേട്ടിട്ടില്ല. ജനിച്ചിട്ട് വളരെ നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. Anybody who is born will die. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരു നാൾ മരിക്കും. 100 years, 111 years, 112 years. 100, 105, 110 വർഷത്തിനുള്ളിൽ I do not know what is the longest Guinness Book of Record today. ഏതാണ് ഗിന്നസ് ബുക്കിലെ ഏറ്റവും വലിയ റെക്കോർഡ് എനിക്ക് അറിയില്ല. But still he will also die. എങ്ങനെയാണെങ്കിലും മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. The principle is anybody born will die. തത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിച്ച ആരായാലും ഒരു ദിവസം മരിക്കും. What did faith do? It cancelled the normal and created something different. വിശ്വാസം ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. Because of faith he did not die. വിശ്വാസം കാരണം അവൻ മരിച്ചില്ല. What the world said, it did not happen. നടക്കുകയില്ല എന്ന് ലോകം പറയുന്ന ഒരു കാര്യം, What the generations experience, it did not happen. തലമുറകൾ പറഞ്ഞ കാര്യം നടക്കുകയില്ലെന്ന് തലമുറകൾ പറഞ്ഞ കാര്യം അതാണ് സംഭവിച്ചത്. People will die when they're born, but Enoch never died. ജനിച്ച ആരും ഒരു നാൾ മരിക്കും, പക്ഷേ ഹാനോക്ക് മരിച്ചില്ല. And that is a blessing of faith. അതാണ് വിശ്വാസത്തിന്റെ അനുഗ്രഹം. What people tell, it will not happen upon us. ആളുകൾ സംഭവിക്കുന്നു പറയുന്ന കാര്യം മോശമായ കാര്യം. It would have happened for hundreds of people, but it will not happen for you and me. നൂറുകണക്കിന് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് സംഭവിക്കില്ല. Praise the Lord. And that is what we need to believe. അതാണ് നാം വിശ്വസിക്കേണ്ടത്. And for that you need to walk with God. അതിനു വേണ്ടിയിട്ട് നാം ദൈവത്തോട് കൂടെ നടക്കണം. Walking with God is before a miracle. അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യമാണ് ദൈവത്തോട് കൂടെ നടക്കുന്നത്. Everybody likes a miracle, but walking with God comes before a miracle. എല്ലാവർക്കും അത്ഭുതം ഇഷ്ടമാണ്, എന്നാൽ അത്ഭുതം ദൈവത്തോട് കൂടെ നടക്കുന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. It is not an easy thing walking with God. ദൈവത്തോട് കൂടെ നടക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. You know, you will be thinking walking with God is so easy. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ദൈവത്തോട് കൂടെ നടക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. I'll tell you, it is one of the most hardest thing walking with your own father. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സ്വന്തം പിതാവിനോട് കൂടെ നടക്കുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ഒന്നാണ്. When Brian walks with me, ബ്രയൻ എന്നോട് കൂടെ നടക്കുമ്പോൾ, earlier he was walking, catching my hand and walking with me. അവൻ എന്റെ കൈ പിടിച്ച് നടക്കും. Now as he's growing up as a teenager, he wants to walk separate. എന്നാൽ ഇന്ന് ടീനേജർ ആയപ്പോൾ അവന് കുറച്ച് നല്ല രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു. Yesterday I was looking the growth that he is having. ഇന്നലെ അവന്റെ വളർച്ചയെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. Normally he crosses the road with me. സാധാരണ അവൻ എന്നോട് കൂടെയാണ് റോഡ് മുറിച്ച് കിടക്കുന്നത്. Now he just goes near about 15 feet away and crosses the road. ഇന്ന് ഞാൻ പോകുന്നതിനേക്കാൾ മുമ്പ് അവൻ നടന്നു പോകും. Probably when he is talking with his friends, he would not want me to be there. ഒരുപക്ഷേ അവൻ അവന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. Shobi, do you want your dad to be there when you are talking with your friends? See there, he's saying no. See there now. Now I got one thing, fellow. You know, sometimes we do not want our father to know many of our secrets. പല സാഹചര്യങ്ങളും നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ പല രഹസ്യങ്ങളും അറിയും എന്നുള്ളതുകൊണ്ട്. One of the day my son was on the laptop. ഒരു ദിവസം എന്റെ മകൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയായിരുന്നു. Early morning. വെളുപ്പാങ്കാലത്ത്. When I got up, he's on the laptop. ഞാൻ എണീറ്റപ്പോൾ അവൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണ്. Because there are certain games that his friends tell in the classroom. കാരണം അവന്റെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞ ചില കളികൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. So he wanted to play that game so that he can be above everybody when he go to the classroom. അതുകൊണ്ട് അവൻ ആ ഗെയിം കളിച്ച് പരിശീലിക്കുകയാണ് അവന്റെ സുഹൃത്തുക്കളെക്കാൾ നല്ലതായി കളിക്കാൻ വേണ്ടി. So when he was playing, I went into his bedroom and I saw immediately, because there is a rule in our house, no laptops in the bedroom. ഞാൻ അവന്റെ മുറിയിലേക്ക് കടന്നു പോയപ്പോൾ അവൻ പെട്ടെന്ന് അത് മറയ്ക്കാനായിട്ട് തീർന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലൊരു നിയമമുണ്ട്, ബെഡ്റൂമിൽ ലാപ്ടോപ്പ് വെക്കരുത്. He immediately closed the laptop. അവൻ പെട്ടെന്ന് ലാപ്ടോപ്പ് അടച്ചു. Almost the laptop broke. ലാപ്ടോപ്പ് ഏകദേശം പൊട്ടിപ്പോയി. He threw it under the bed. അവൻ പെട്ടെന്ന് അവൻ ബെഡിന്റെ he's only 13-14 years old. I'm talking about a little boy. Okay? 13-14 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. Then immediately he understood dad will check his bag. അപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലായി എന്റെ പിതാവ് എന്റെ ബാഗ് പരിശോധിക്കുമെന്ന്. Even before he brushes his teeth, he ran to the bag, removed his mobile and threw it out. അവൻ പല്ല് തേക്കുന്ന മുമ്പ് അവൻ ഓടിപ്പോയി അവന്റെ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് മാറ്റി വെച്ചു. Because mobiles also are not allowed for him. കാരണം മൊബൈലും അവന് അനുവദനീയമല്ല. One small mistake started getting into another one. ഒരു കുറ്റം കണ്ടുപിടിക്കുമ്പോൾ അടുത്ത കുറ്റത്തിലേക്ക് പോകും. On that day I just allowed him to talk to me and said, no more you're going to do these things. ഞാൻ അവനോട് സംസാരിച്ചിട്ട് അവനോട് പറഞ്ഞു, ഇനി മേലാൽ നീ അത് ചെയ്യരുത്. He told me one thing, I did it because I was afraid you will scold me.
ഞാൻ അങ്ങനെ ചെയ്തത് എന്നെ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. Because if I was not shouting at him, scolding at him when he was doing, he will not do anything hiding. അവൻ ചെയ്യുമ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ അവൻ എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കുകയില്ല. Why would he hide? Because I'm not scolding. ഞാൻ അവനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ അവൻ എന്തിനു വേണ്ടി മറച്ചു because he knew I don't like that. എനിക്ക് അവൻ ചെയ്യുന്ന കാര്യം ഇഷ്ടമല്ലെന്ന് അവൻ അറിയാമായിരുന്നു. He was doing it hiding. അവൻ ഒളിച്ചു ചെയ്യുകയായിരുന്നു. In the same way, അതുപോലെ തന്നെ when we don't want certain things to be known by God, we do it hiding. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ അത് നാം ഒളിച്ചു ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And that is the time you know God is walking with you. ആ സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവം നിങ്ങളോട് കൂടെ നടക്കുകയാണ്. You don't even need your father to see your secret. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ രഹസ്യം അറിയുവാൻ. How much more serious it will be you walking with God. അപ്പോൾ എത്ര പ്രയാസമായിരിക്കും ദൈവം നിങ്ങളോട് കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ. When you talk Enoch walked with God, you may think very simple. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന്. He should say no to certain relationships that he had. അവന് പല ബന്ധങ്ങളോടും നോ പറയേണ്ടി വരും. He should say no to certain food that he was eating. അവന് ഇഷ്ടമുള്ള പല ഭക്ഷണത്തോടും അവന് വേണ്ട എന്ന് പറയേണ്ടി വരും. He should say no to the certain parties that he was going. അവൻ പോകുന്ന ചില പാർട്ടികൾ ഒഴിവാക്കേണ്ടി വരും. He should say no to the things that other people are doing. മറ്റു പലരും ചെയ്യുന്ന പല കാര്യങ്ങളും അവന് വേണ്ട എന്ന് വെക്കേണ്ടി വരും. Because God is a holy God. കാരണം ദൈവം പരിശുദ്ധനായ ദൈവമാണ്. God will never compromise his holiness with anything else. ദൈവം തന്റെ പരിശുദ്ധി ഒരു കാരണവശാലും വിട്ടുകളയുകയില്ല. So walking with God is very much important. അതുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. And I love this character called Enoch. അതുകൊണ്ട് ഹാനോക്കിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. There is no many people in the Bible who walked with God. ദൈവത്തോട് കൂടെ നടന്ന ഒരുപാട് ആളുകൾ ഇല്ല വചനത്തിൽ. If it was that easy, many people's names would have been there. അത്രയ്ക്ക് എളുപ്പമായിരുന്നെങ്കിൽ പലരുടെയും പേര് ദൈവജനത്തിൽ കാണുമായിരുന്നു. So very much we need to appreciate what Enoch did. അതുകൊണ്ട് ഹാനോക്ക് ചെയ്ത കാര്യത്തെ നാം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം. He walked with God. അവൻ ദൈവത്തോട് കൂടെ നടന്നു. And how did he walk with God? എങ്ങനെയാണ് ദൈവത്തോട് കൂടെ നടന്നത്? With faith in God he walked with God. ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ ദൈവത്തോട് കൂടെ നടന്നു. With love with God he walked with God. ദൈവത്തോടുള്ള സ്നേഹത്താൽ അവൻ ദൈവത്തോട് കൂടെ നടന്നു. And because of that, by faith he was taken away without experiencing death. അതുകൊണ്ട് തന്നെ അവൻ വിശ്വാസത്താൽ അവൻ മരണം ആസ്വദിക്കാതെ അവൻ ദൈവത്താൽ എടുക്കപ്പെട്ടു. Today I want everybody to experience this in your life. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇത് അനുഭവിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. Because of Jesus we are not going to die, we are going to live forever. യേശു മുഖാന്തരം നാം മരിക്കുവാൻ പോകുന്നില്ല, നാം നിത്യതയിൽ ജീവിക്കുവാൻ പോകുന്നു. No matter what, we are going to live forever. എന്തെല്ലാം സംഭവിച്ചാലും നാം നിത്യതയിൽ ജീവിക്കാൻ How പോകുന്നു. many of you know you will live forever? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നിങ്ങൾക്ക് നിത്യജീവൻ If you ഉണ്ടെന്ന്? don't have an assurance today, I want you to have an assurance. I will not die, but I will live with God forever. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഉറപ്പ് പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. For that you need to walk with God. അതിന് നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കേണ്ടത് Whatever is ആവശ്യമാണ്. stopping you walking with God, in the name of Jesus, throw it away. ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ നിന്നും നിങ്ങൾ തടസ്സപ്പെടുന്ന എല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. Nothing in this world will take me away from the love of Christ. ഈ ലോകത്തിലുള്ള ഒന്നും യേശുവിന്റെ സ്നേഹത്തിൽ തന്നെ തള്ളിക്കളയില്ല, മാറ്റിക്കളയില്ല. Nothing in this world will stop me in the journey with Christ. ദൈവത്തോട് കൂടെയുള്ള യാത്രയിൽ നിന്ന് ഈ ലോകത്തുള്ള ഒന്നും എന്നെ മാറ്റിക്കളയില്ല. Some people, food if you give, they don't need God. If you give more food, you don't need God. നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല ചിലർ പറയും. I'll give you an example. Saturday if you have a party, Sunday you are not in church. ഞാൻ ഉദാഹരണം പറയാം. ശനിയാഴ്ച നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ ചർച്ചിൽ Sunday പോകില്ല. full eating, Saturday full eating and cleaning and wiping, night full enjoying eating. 3 o'clock you sleep. 8 o'clock in the church you will not be there. ശനിയാഴ്ച മുഴുവൻ ആഹാരം കഴിച്ച് പാർട്ടിയിൽ ആഘോഷിച്ച് നടന്നാൽ രാവിലെ നിങ്ങൾക്ക് ചർച്ചിൽ വരാൻ കഴിയില്ല. They said to me, Pastor, because Saturday night we had some party in the house, Sunday you are not in the church. പലരോട് പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞായറാഴ്ച What stopped you from walking with the Lord? അപ്പൊ എന്താണ് ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ നിന്നും നിങ്ങൾ തടസ്സപ്പെടുത്തിയത്? Your food stopped you walking from the Lord. ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ഭക്ഷണം നിങ്ങളെ തടസ്സപ്പെടുത്തി. There is a mention in the Bible, some are gluttonous. ചിലർ ഭക്ഷണപ്രിയരാണെന്ന് വചനത്തിൽ പറയുന്നു. They eat and eat, they don't bother about anything. അവർ വളരെയധികം ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും വിചാരമില്ല. That one Bible verse is there, whatever goes inside will not make you unholy, what comes out makes you unholy. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത് നിങ്ങളെ അശുദ്ധനാക്കുന്നില്ല, എന്നാൽ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ അശുദ്ധനാക്കുന്നത്. So don't worry what you eat, but I'll tell you, you don't want to go into certain places where God's presence will not come. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാൻ ഇടയായി തീരരുത്.
There is one pizza called hell pizza. Have you seen that? ഹെൽ പിസ്സ എന്നൊരു പിസ്സയുണ്ട്. They say the pizza is one of the best pizzas. ആളുകൾ പറയും അത് ഏറ്റവും നല്ല പിസ്സകൾ ഒന്നാണതെന്ന്. But I have not eaten it. പക്ഷെ ഞാൻ ഒരിക്കലും അത് കഴിച്ചിട്ടില്ല. Because of the name itself. ആ പേര് കൊണ്ട് മാത്രം. Because on Dominion Road there is park your car in hell. ഡൊമിനിയൻ റോഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാർ നരകത്തിൽ. It is okay to say park your car in McDonald's and all those things, but the name is hell, so it says park your car in hell. ആ പിസ്സയുടെ പേര് ഹെൽ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. Do you think your pastor's car is parked in hell? അത് നിങ്ങളുടെ പാസ്റ്ററുടെ കാർ ഹെല്ലിൽ, ആ നരകത്തിൽ പാർക്ക് ചെയ്യുന്ന കാണാൻ ആഗ്രഹമുണ്ടോ? No, certain words will stop us doing certain things even. ചില വാക്കുകൾ പോലും നാം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. It will make us feel we are not comfortable with that. നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല അത്. You know, beer in our olden days, any type of beer you can't drink. പഴയ കാലത്ത് ഏത് വിധത്തിലുള്ള ബിയർ നമുക്ക് കുടിക്കാൻ കഴിയില്ല. You know, one of my Assemblies of God superintendent, ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു സൂപ്രണ്ട്, he went to America. അദ്ദേഹം അമേരിക്കയിൽ കടന്നുപോയി. They gave him ginger beer. അവിടെ അദ്ദേഹത്തിന് അവർ ജിഞ്ചർ ബിയർ കൊടുത്തു. You know, the beer itself is a big sin for us. ബിയർ എന്ന വാക്ക് തന്നെ നമുക്ക് വലിയ പാപമാണ്. When Pastor T.C. George was given this beer bottle, പാസ്റ്റർ ടി.സി. ജോർജിന് ആ ജിഞ്ചർ ബിയറിന്റെ ബോട്ടിൽ കൊടുത്തപ്പോൾ, he asked, "What is this? You fellows are drinking beer in America?" അദ്ദേഹം ചോദിച്ചു, എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ അമേരിക്കയിൽ ബിയർ കുടിക്കുവോ? Then they said, "Pastor, this is not beer, Pastor. It is ginger juice." അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇത് മദ്യമല്ല, ഇത് ജിഞ്ചറിന്റെ ചാറാണ്, The name was given ginger beer. പക്ഷെ ആ പേര് നൽകിയിരിക്കുന്നത് ജിഞ്ചർ ബിയർ എന്നാണ്. When Robert's mother was here, റോബർട്ടിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, Robert played a trick with his mother. അദ്ദേഹം തന്റെ അമ്മയെ ഒന്ന് കളിപ്പിക്കാനിടയിൽ തീർന്നു. Mother comes from a remote part of Tamil Nadu. ഒരു ഗ്രാമത്തിൽ നിന്നാണ് തന്റെ അമ്മ കടന്നു വരുന്നത്. Because in India beer is not sold in normal shops. ഇന്ത്യയിൽ ബിയർ സാധാരണ കടകളിൽ വിൽക്കുന്ന സാധനമല്ല. And beer is like alcohol. അത് മദ്യം പോലെ തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. When she came here to New Zealand, തന്റെ മാതാവ് ഇവിടെ കടന്നു വന്നപ്പോൾ, Robert asked, "Mama, will you drink beer?" റോബർട്ട് ചോദിച്ചു, അമ്മേ ബിയർ കുടിക്കുമോ? Mother said, "What happened to you, son?" അമ്മ ചോദിച്ചു, എന്താ മോനെ നിനക്ക് പറ്റിയത്? You are like you went to Bible college, you know, what happened to you today? നീ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച നല്ലൊരു ദൈവമല്ലേ, നിനക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? Then he said, "Jaslyn, you will drink beer." Jaslyn, will you drink beer? അതെ, ജാസ്ലിനോട് ചോദിച്ചു, ജാസ്ലിൻ നീ ബിയർ കുടിക്കുമോ? They husband and wife are made for each other. അവർ രണ്ടുപേരും ഒത്തുകൊണ്ടാണ് ഈ കളിപ്പിക്കൽ നടത്തിയത്. So Jaslyn said, "Yeah, I'll drink." ജാസ്ലിൻ പറഞ്ഞു, ഞാനും കുടിക്കും. എന്താ? The mother got the shock of the life. അമ്മ ആകെപ്പാടെ വെപ്രാളത്തിലായി. Because in our culture, men if they drink also, women should not drink. കാരണം നമ്മുടെ സംസ്കാരത്തിൽ ആണുങ്ങൾ കുടിച്ചാൽ പോലും പെണ്ണുങ്ങൾ ഒരിക്കലും കുടിക്കാൻ പാടില്ല. What happened to Jaslyn? She also became drunkard. ജാസ്ലിൻ എന്ത് പറ്റി? ജാസ്ലിൻ പോലും കുടിക്കാൻ തുടങ്ങിയോ? It was a hard time for her to be understood. This is just a juice. ഈ കാര്യം മനസ്സിലാക്കുവാൻ തന്റെ മാതാവിന് ഒരുപാട് സമയമെടുത്തു. ഇതൊരു ജ്യൂസ് മാത്രമാണെന്ന്. Name beer is there as something which is not great for us. കാരണം ആ ബിയർ എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ ഒരു മോശം അർത്ഥമാണ് കൊണ്ടുവരുന്നത്. You know, you understand what I'm telling? Certain words are not great for us. പറഞ്ഞ മനസ്സിലായ കാരണം ചില വാക്കുകൾ പോലും നമുക്ക് ചില ഉപയോഗിക്കാൻ പാടില്ല. And that will make us feel, "Oh my God, I have the stomach pain because I ate that pizza from hell." നമുക്ക് വളരെ മോശമായ ഒരു ചിന്ത ഉണ്ടാകാനിടയായി തീർന്നു. എനിക്ക് വയറുവേദന ഉണ്ടായത് ആ ഹെൽ പിസ്സ കഴിച്ചതുകൊണ്ടാണ്. You know, today I'm letting you know certain things, if it stops you walking from God, stop it. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കളയുക. That is what the Bible says. It is better to go to heaven with one eye rather go to hell with two eyes. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒറ്റക്കണ്ണുള്ളവനായിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നത് നല്ലതാണ്, രണ്ട് കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ. Ultimate thing is I need to be alive with God forever. പരമപ്രധാനമായ കാര്യം നാം ദൈവത്തോട് കൂടെ നിത്യത്തിൽ വസിക്കണം. If that sin is stopping me, I better cut off that sin. ഒരു പാപം നിങ്ങളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പാപത്തെ നിങ്ങൾ ഒഴിവാക്കുക. If that relationship is cutting me, I better cut off that relationship. ഒരു ബന്ധം നിങ്ങളെ ദൈവത്തോട് കൂടെ നടക്കൽ തടസ്സപ്പെടുത്തുന്നെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെക്കുക. Some people love to play cricket a lot. ചിലർ ക്രിക്കറ്റ് കളിക്കുന്നത് ചിലർക്ക് വളരെ ഇഷ്ടമാണ്. And they are members of clubs. അവര് പല പല ക്ലബിന്റെ മെമ്പേഴ്സ്. You know, most of the clubs put their cricket match on Sunday and Saturday. പല ക്ലബ്ബുകളും അവരുടെ ക്രിക്കറ്റ് മാച്ച് വെക്കുന്നത് ഞായറാഴ്ചകളിലായിരിക്കും. You have seen one beautiful organization called YMCA.
YMCA എന്ന് പറയുന്ന നല്ല ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. And YWCA എന്നുണ്ട്. They're fantastic young men's Christian organization, young women's Christian organization. അത് വളരെ നല്ല ക്രിസ്തീയ ഓർഗനൈസേഷൻസ് ആണ്. And on Sundays they have marathons. എന്നാൽ ഞായറാഴ്ച അവര് മാരത്തോൺ വെക്കാറുണ്ട്. They are supposed to be in church. അവര് സഭയിൽ ആരാധന കടന്നു They are വരേണ്ടവരാണ്. supposed to be worshiping the Lord. അവര് ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. But on that Sunday, what they are doing is running around the place, Auckland. എന്നാൽ എന്താണ് അവർ ഞായറാഴ്ച ചെയ്യുന്നത്? ഓക്ലൻഡ് മുകളിൽ ഓടി നടക്കുകയാണ്. I see all banners put the YMCA, YWCA running around. ഈ YMCA, YWCA എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബാനർ ഞാൻ കാണാറുണ്ട് അവരുടെ. I'm not against running or physical exercises. ഞാൻ വ്യായാമം ചെയ്യുന്നതിനോ ഓടുന്നതിനോ എതിരല്ല. But the name itself stands out to be you are a child of Jesus. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്, It is a ദൈവപൈതലാണ്. Christian organization. അതൊരു ക്രിസ്തീയ വിഭാഗമാണ്. It is a young men's Christian organization. അതൊരു ഒരു ക്രിസ്തീയ സംഘടനയാണ്. It is a young women's Christian organization. അതൊരു ക്രിസ്തീയ സംഘടനയാണ്. How different are we from the rest of the world? മറ്റുള്ളവരെക്കാൾ നാം എത്ര വ്യത്യസ്തരായിരിക്കണം. My son asked me, Dada, can I play cricket in the club? എന്റെ മകനോട് ചോദിച്ചു, എനിക്ക് ക്ലബ്ബിൽ ക്രിക്കറ്റ് കളിച്ചോട്ടെ എന്ന്. I said, Sunday mostly the matches will happen. ഞാൻ പറഞ്ഞു ഞായറാഴ്ചയാണ് അധികവും അവർ കളികൾ വെക്കുന്നത്. If they train you very much, അവർ നിന്നെ ഒത്തിരി പരിശീലിപ്പിച്ചാൽ they want you to be playing. നീ അവിടെ കളിക്കുവാൻ അവർ പ്രതീക്ഷിക്കും. You have an option. നിനക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള You can say, I don't want to play. നിനക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് കളിക്കാൻ But ഇഷ്ടമല്ല. cricket is a team game. പക്ഷേ ഒരു ടീമായിട്ട് കളിക്കേണ്ട ഒരു കളിയാണ് ക്രിക്കറ്റ്. If one among the important member of the team is not there, they may get defeated. പ്രധാനപ്പെട്ട ഒരു കളിക്കാരന് വരുവാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ കളി ചിലപ്പോൾ തോറ്റുപോയേക്കാം. I don't want them to say Pastor Binu's child is the reason for our defeat. പാസ്റ്റർ ബിനുവിന്റെ കുട്ടി കാരണം ഞങ്ങൾ കളി തോറ്റു എന്ന് പറയാൻ ഞാൻ It ആഗ്രഹിക്കുന്നില്ല. may be a hard thing for me because my sons love cricket. അത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്, കാരണം എന്റെ മകൻ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. But I made my choice what I give to my children first. പക്ഷേ എന്റെ കുട്ടികൾക്ക് ആദ്യമായിട്ട് എന്താണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. When you are walking with God, there are certain things that you and I should not be doing. നാം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നാം ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. Our priorities should be fixed up. നമ്മുടെ മുൻഗണനകൾ നാം തീരുമാനിക്കപ്പെടണം. If you don't fix your priorities, നമ്മുടെ മുൻഗണനകൾ നാം തീരുമാനിച്ചില്ലെങ്കിൽ, some people love to do night shifts. ചിലർക്ക് രാത്രിയിലെ ഷിഫ്റ്റ് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. Love to do night shifts. രാത്രി ജോലി ചെയ്യാൻ താല്പര്യമാണ്. Because nights, however, they are not sleeping. രാത്രി എന്തായാലും അവർ ഉറങ്ങുന്നില്ല. They are in the front of computer. അവർ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുകയാണ് സാധാരണ. And now they are going for work. ഇപ്പൊ അവർ അതിന് പകരം ജോലിക്ക് പോകുന്നു. They get money to sit awake. അപ്പൊ ഉറങ്ങാതിരിക്കുന്നതിന് അവർക്ക് പൈസ However, കിട്ടും. morning full sleeping. പകൽ മുഴുവൻ കിടന്നുറങ്ങും. 2 o'clock, I went to one house and that fellow is coming out from his sleep. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ എണീറ്റ് വരുന്നു. And I asked him, did you do night shift? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ രാത്രി ജോലിക്ക് പോയോ? No, pastor, I was just playing some games. ഇല്ല പാസ്റ്റർ, ഞാൻ ചില കളികൾ കളിക്കുകയായിരുന്നു. Till what time you played games? എത്ര മണി വരെ നീ കളിച്ചു? Till morning 3 o'clock I was playing games. വെളുപ്പിന് 3 മണി വരെ ഞാൻ കളിച്ചു. From 3 o'clock till 2 o'clock in the afternoon he's sleeping. വെളുപ്പിന് 3 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അദ്ദേഹം ഉറങ്ങുകയാണ്. What a bad generation is coming into the picture. എങ്ങനത്തെ തലമുറയാണ് നാം ഇവിടെ കാണുന്നത്? Because Bible says night shifts were not those days. Bible says animals night, men day. വചനം പറയുന്നു, മൃഗങ്ങൾ രാത്രിയിൽ പുറത്തു പോകുന്നു, മനുഷ്യർ പകല് വേലയ്ക്ക് പോകുന്നു. Animals go find food in the night. People go find food in the day. മൃഗങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് രാത്രിയിൽ പുറത്തു പോകുന്നു, മനുഷ്യർ പകല് പുറത്തു പോകുന്നു. Those days night shift was not there. അന്നത്തെ കാലത്ത് രാത്രിയിലെ ജോലി ഇല്ലായിരുന്നു. But today I'm letting you know, even your night shift should not stop you from walking in the presence of God. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ രാത്രിയിലെ ജോലി പോലും ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടസ്സമായി തീരരുത്. 1 night shift, 2 night shift, 3 night shift, 3 Sundays you miss it, 4th Sunday devil will stop you coming to church. നൈറ്റ് ഷിഫ്റ്റുകാരൻ 2-3 ഞായറാഴ്ച നിങ്ങൾ യോഗത്തിൽ വരാതിരുന്നാൽ 4ാമത്തെ ഞായറാഴ്ച സാത്താൻ നിങ്ങളെ മനഃപൂർവ്വമായി തടയുക. You know what I'm telling is I'm seeing it happening in the church. ഞാൻ സ്ഥിരമായി കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്. When it is not stopped at the start, you will not be in the work of the Lord forever. നിങ്ങൾ അതിനെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കാണുകയില്ല. Walking with the Lord is very important. ദൈവത്തോട് കൂടെ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Some people, small little problem for the wife, husband also doesn't turn up to church. ചില ആളുകൾ ഭാര്യയ്ക്ക് ചെറിയ ഒരു പനിയോ അസുഖമോ ഉണ്ടെങ്കിൽ ഭർത്താവ് പോലും ആരാധന കടന്നു വരികയില്ല. I asked, what happened to you, brother? Why are you not in church? ഞാൻ ചോദിക്കാറുണ്ട്, സഹോദരൻ എന്ത് പറ്റി, എന്താണ് സഹോദരൻ ആരാധന കടന്നു വരാറുന്നത്? Because my wife was not keeping well.
കാരണം എന്റെ ഭാര്യയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. I asked, yesterday, did you go for work? ഇന്നലെ നീ ജോലിക്ക് പോയോ എന്ന് ഞാൻ ചോദിക്കും. Yes, I went. ജോലിക്ക് ഞാൻ പോയി. Was your wife sick? വൈഫിന് അസുഖം ഉണ്ടായിരുന്നു ഇന്നലെ? Yes, she was sick. ഇന്നലെ അവർക്ക് അസുഖം ഉണ്ടായിരുന്നു. Then how did you go to work? എന്നാ പിന്നെ നീ എങ്ങനെ ജോലിക്ക് പോയി? No, pastor, in church we both want to come together. അല്ല പാസ്റ്റർ, സഭയിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരണം. But in work only I go, right? ജോലിക്ക് ഞാൻ മാത്രമല്ലേ പോകാറുള്ളൂ. So for work you both don't need to go. ജോലിക്ക് നമ്മൾ കടന്നു പോകും, അതിന് കുഴപ്പമൊന്നുമില്ല. See the compromises that we do when it comes for God's work. നാം ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ച് നോക്കണം. Some people write assignment on Sunday. ചില ആളുകൾ അസൈൻമെന്റ് എഴുതുന്നത് ഞായറാഴ്ചയാണ്. Only Sunday they be doing assignment. ഞായറാഴ്ച മാത്രമേ ഒരു അസൈൻമെന്റ് എഴുതുള്ളൂ. From Monday to Friday, sit in front of the TV, walk around with people. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ടി വി കണ്ടും മറ്റു കാര്യങ്ങൾ ഇടപെട്ട് നടക്കും. I am not telling Sunday is the only day that you need to worship the Lord. ഞാൻ ഞായറാഴ്ച മാത്രമാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ഞാൻ പറയുന്നില്ല. But Sunday is the only day we pay a big price for Alexandra Park and have it as a church here. എന്നാൽ ഞായറാഴ്ച മാത്രമാണ് നാം വലിയ തുക വാടക കൊടുത്ത് അലക്സാണ്ടർ പാർക്ക് വാടകയ്ക്ക് എടുക്കുന്നത്. And when you say you belong to Bethel Assemblies of God and you say you are a member of the church, I would want you to be here and worship the Lord with me. നിങ്ങൾ ഈ സഭയുടെ അംഗമായി ഇരിക്കുകയും അംഗമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞായറാഴ്ച നിങ്ങൾ ഇവിടെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Otherwise there is no fun of being a part of that family. അല്ലെങ്കിൽ നാം ഒരു വലിയ കുടുംബമായിട്ട് എങ്ങനെ ആയിരിക്കുന്നതിൽ അർത്ഥമില്ലാതെ വരും. You know, this is very important. I'm saying walking with God is very much important. അതാണ് ഞാൻ പറയുന്നത്, ദൈവത്തോട് കൂടെ നടക്കുന്നത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. Some people walk with God only when nobody sees them. ചിലർ ദൈവത്തോട് കൂടെ നടക്കുന്നത് മറ്റാരും അവരെ കാണാത്തപ്പോൾ മാത്രമാണ്. Pastor, I am walking with God. You don't see it. പാസ്റ്റർ, ഞാൻ ദൈവത്തോട് കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ പാസ്റ്റർ കാണുന്നില്ലെന്നേ ഉള്ളൂ. But Enoch's wife was seeing Enoch walking with God. എന്നാൽ ഹാനോക്കിന്റെ ഭാര്യയും കണ്ടു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്നത്. Enoch's children knew that father is walking with God. ഹാനോക്കിന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരുന്നു തങ്ങളുടെ പിതാവ് ദൈവത്തോട് കൂടെ നടക്കുന്ന വ്യക്തിയാണെന്ന്. It was a public presentation of the holy life of Enoch. അതൊരു പൊതുവായിട്ടുള്ള പരസ്യമായിട്ടുള്ള കാര്യമായിരുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്നത്. Today I don't know your prayer life. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് എനിക്കറിയില്ല. But if at all you are not able to pray loudly, നിങ്ങൾക്ക് ഉറക്കെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, if you are not able to pray in a community, നിങ്ങൾക്ക് ഒരു പൊതു സമൂഹത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, it can be only two reasons. അത് രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. One is fear. ഒന്ന് ഭയം. I understand that very much. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. People are very much afraid to stand up and pray. പലരും പൊതു സ്ഥലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ പലർക്കും ഭയമാണ്. The other thing is you do not know to pray. രണ്ട്, നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നില്ല. You do not know to pray. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. Because how you learn to pray? എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്? How do you learn to pray? നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്? Because you pray in the secret. നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. You pray in the house. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. You pray in the family. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ. Pray in front of your husband. നിങ്ങളുടെ ഭർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ. Pray in പ്രാർത്ഥിക്കുമ്പോൾ. front of your wife. നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ. Pray in front of your children. നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ. That is how you get trained to pray. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പഠിക്കുന്നത്. I am going to the very basics of Christian life. ഞാൻ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. Because many of our church members do not know how to pray even. കാരണം നമ്മുടെ സഭയിലെ പലർക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. Pastor, I don't know to pray. പാസ്റ്റർ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. I can't pray. I can't pray. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. And I am hearing it quite often. ഞാനത് പലപ്പോഴും So from today onwards, if you do not know to pray, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ I am going to put a small prayer on the website. ഞാൻ വെബ്സൈറ്റിൽ ഒരു ചെറിയ പ്രാർത്ഥന ഇടാൻ പോവുകയാണ്. Because I don't want you to be offended in any way. നിങ്ങൾ ഒരു വിധത്തിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. But I want to train you to pray. പക്ഷെ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. You need to go and memorize that prayer. നിങ്ങൾ പോയി ആ പ്രാർത്ഥന കാണാതെ പഠിക്കണം. It was not a shame for disciples to ask Jesus how to pray. അതിനെ നാണിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ ശിഷ്യന്മാർ പോലും യേശുവോട് ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. They did not know how to pray. കാരണം അവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. And Jesus had to teach them how to pray. യേശു അവരെ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. If you say I know to pray and you don't know to pray, then you have a trouble. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. If you don't know to pray, we will put up on the website a beautiful prayer of a morning prayer, an evening prayer, a family prayer, an individual prayer, so that you can learn how to pray. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്കിൽ വെബ്സൈറ്റിൽ പല വിധത്തിലുള്ള പ്രാർത്ഥന ഇടാൻ പോവുകയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. Your children are not knowing to pray because father and mother are not praying in front of the children. നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളും പ്രാർത്ഥിക്കാൻ പഠിക്കുന്നില്ല. You can't blame the children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ കഴിയുകയില്ല. Because the children can sing Papa Pig song very beautifully.
കാരണം കുട്ടികൾക്ക് കാണാം പപ്പ നല്ല രീതിയിൽ പാട്ട് പാടുന്നു. The children can sing Tinkle Tinkle Little Star very easily. കാരണം കുട്ടികൾക്ക് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടാൻ കഴിയും. Because that is what they are hearing from morning till evening on the TV. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിവിയിൽ അവർ കാണുന്നതാണ്. You know, there is a beautiful song Hallelujah that has come up recently with different languages. അടുത്ത കാലത്ത് ഹാലലുയ എന്നൊരു പാട്ട് പല ഭാഷകളിൽ കടന്നുവരികയാണ്. My children don't know Tamil, they don't know Malayalam, they don't know Sindhi, they don't know Hindi, nothing, but they can sing that song. എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പല ഭാഷകളിലും അവർ ആ പാട്ട് പാടും. കാരണം Today when I was coming in the car, the children probably would have sang 27 languages. ഇന്ന് കാറിൽ കടന്നു വന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ ഏകദേശം 27 ഭാഷയിൽ ആ പാട്ട് പാടാനിടയായി. They were singing Telugu as Uchchundi Chappundi. അവർ തെലുങ്കിൽ പോലും ആ പാട്ട് പാടുകയായിരുന്നു. And I was like, man, they don't know Telugu, but they are singing it. How can they sing it? ഞാൻ വിചാരിച്ചു അവർക്ക് തെലുങ്ക് അറിയില്ല, പിന്നെ എങ്ങനെ അവർ തെലുങ്കിൽ പാട്ട് പാടുന്നു? Because that song is been going on in our house hours together in the TV. കാരണം ഞങ്ങളുടെ വീട്ടിൽ ആ ടിവിയിൽ മണിക്കൂറുകളോളം ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. Children are memorizing it. അവർ ആ പാട്ട് കേട്ട് പഠിച്ചു. Today I want your children to memorize prayer. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോ നമ്മുടെ പ്രാർത്ഥന കാണാതെ പഠിക്കണം. Today I want your children to memorize worship. ആരാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? Are you able to walk with the Lord, people? ദൈവത്തോട് കൂടെ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Are you able to walk with the Lord? നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കുമോ? If you are able to walk with the Lord, you will cross over death and be in life forever. ദൈവത്തോട് കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ മരണത്തെ അതിജീവിച്ച് ദൈവത്തോട് കൂടെ നടക്കും. Nothing in this world can trap you and put you down. ഈ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങൾക്ക് തകർത്ത് കളയാൻ കഴിയില്ല. Death will never capture you. മരണം നിങ്ങളെ തൊടുകയില്ല. Hell will never touch you. പാതാളം നിങ്ങളെ തൊടുകയില്ല. Disbelief will not touch you. അവിശ്വാസം നിങ്ങളെ തൊടുകയില്ല. The devil will not touch you. പിശാച് നിങ്ങളെ തൊടുകയില്ല. You will cross over. നിങ്ങൾ മറികടക്കും. And you will become a champion. നിങ്ങൾ അതിജീവിക്കും. How many of you want to say hallelujah with me? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? Enoch walked with God and he was taken off, and he is written in the Bible as he never saw death. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു. വചനത്തിൽ പറയുന്നു അവൻ മരണം ആസ്വദിച്ചില്ല.